മുത്തുകൾ ഉപയോഗിച്ച് അബാക്കസിലുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയും ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യയും ഏവ? അവ തമ്മിലുള്ള വ്യത്യാസം എത്ര? വലിയ സംഖ്യ 940ഉം ചെറിയ സംഖ്യ 139ഉമാണ്. അവ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന വ്യത്യാസം 801 ആണ്. 940 മൈനസ് 139 സമം 801. 15 മുത്തുകൾ ഉപയോഗിച്ച് അബാക്കസിലുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം. വലിയ സംഖ്യ 9600ഉം ചെറിയ സംഖ്യ 1059ഉമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം 8541 ആണ്. 9600 മൈനസ് 1059 സമം 8541. 4196നോട് എത്ര കൂട്ടിയാൽ 6745 കിട്ടും? 6745 കിട്ടാൻ 4196നോട് എന്ത് കൂട്ടണമെന്നറിയാൻ 6745ൽ നിന്ന് 4196 കുറയ്ക്കുക. ഉത്തരം 2549 ആണ്. 6745 മൈനസ് 4196 സമം 2549. 2837ന്റെയും 524ന്റെയും വ്യത്യാസം എത്ര? ഇതിന്റെ ഉത്തരം 2313 ആണ്. 2837 മൈനസ് 524 സമം 2313. ഞാൻ ആര്? 5000നും 8000നും ഇടയിലാണ്. ഇരട്ട സംഖ്യയാണ്. തുടർച്ചയായ 4 അക്കങ്ങളാണ് എന്നിലുള്ളത്. ആ സംഖ്യ 5678 ആണ്. 5, 6, 7, 8 എന്നിവ തുടർച്ചയായ അക്കങ്ങളാണ്. കൂടാതെ ഇതൊരു ഇരട്ട സംഖ്യയുമാണ്. അവസാനം 8. ഒരു നാലക്ക സംഖ്യയോട് 6349 കൂട്ടിയപ്പോൾ 8778 കിട്ടി. സംഖ്യ ഏതാണ്? ഉത്തരം കിട്ടാൻ തുകയിൽ നിന്ന് തന്നിരിക്കുന്ന സംഖ്യ കുറയ്ക്കുക. ആ സംഖ്യ 2429 ആണ്. 8778 മൈനസ് 6349 സമം 2429. 8000ഉം 1100ഉം 3510ഉം 11 ചേർന്ന സംഖ്യയിൽ നിന്നും 5800ഉം 6910ഉം 71 ചേർന്ന സംഖ്യ കുറയ്ക്കുക. ആദ്യത്തെ സംഖ്യ 9461ഉം രണ്ടാമത്തേത് 6560ഉമാണ്. കുറയ്ക്കുമ്പോൾ ഉത്തരം 2901 കിട്ടും. 20 മുത്തുകൾ ഉപയോഗിച്ച് അബാക്കസിലുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? വലിയ സംഖ്യ 9920ഉം ചെറിയ സംഖ്യ 1199ഉമാണ്. വ്യത്യാസം കാണാൻ ഇവ കുറയ്ക്കുക. അപ്പോൾ 8721 ലഭിക്കും. 30 മുത്തുകൾ ഉപയോഗിച്ച് അബാക്കസിലുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ചെറിയ നാലക്ക സംഖ്യയുടെയും തുക എത്ര? 30 മുത്തുകൾ കൊണ്ട് കിട്ടുന്ന വലിയ സംഖ്യ 9993ഉം ചെറിയ സംഖ്യ 3999ഉമാണ്. ഇവ തമ്മിൽ കൂട്ടിയാൽ 13992 കിട്ടും. മാളുവിന്റെ വീട്ടിലെ ഈ മാസത്തെ വൈദ്യുതി റീഡിംഗ് 5041ഉം മുൻ റീഡിംഗ് 4815ഉമായാൽ ഈ മാസത്തെ വൈദ്യുതി ഉപയോഗം എത്ര യൂണിറ്റാണ്? വലിയ റീഡിംഗിൽ നിന്ന് ചെറിയ റീഡിംഗ് കുറച്ചാൽ മതി. ഉത്തരം 226 യൂണിറ്റാണ്. 5041 മൈനസ് 4815 സമം 226. ജോണിയും കുടുംബവും സിനിമ കാണാൻ പോയി. 130 രൂപയുടെ 6 ടിക്കറ്റ് എടുത്തു. 500 രൂപയുടെ 2 നോട്ട് നൽകി. ബാക്കി എത്ര രൂപ കിട്ടി? ഏതെല്ലാം രീതിയിൽ ബാക്കി നൽകാം? ടിക്കറ്റിന് ആകെ 780 രൂപയായി. 130 ഗുണിക്കണം 6. 1000 രൂപ കൊടുത്തതിനാൽ ബാക്കി 220 രൂപ കിട്ടും. ഇത് 2 100 രൂപയുടെ നോട്ടായും ഒരു 20 രൂപയായും അല്ലെങ്കിൽ 11 20 രൂപയായൊക്കെ നൽകാം. ഒരു മൂന്നക്ക സംഖ്യയിൽ നിന്നും മറ്റൊരു മൂന്നക്ക സംഖ്യ കുറച്ചപ്പോൾ 89 കിട്ടി. ഈ സംഖ്യകളിലൊന്നും
0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ചില്ല. സംഖ്യകൾ ഏതെല്ലാം? 4, 5, 6, 7, 8, 9 എന്നീ അക്കങ്ങൾ മാത്രം ഉപയോഗിച്ച് വ്യത്യാസം 89 വരുന്ന സംഖ്യകൾ 568ഉം 479ഉമാണ്. 568 മൈനസ് 479 സമം 89. 36 മുത്തുകൾ ഉപയോഗിച്ച് അബാക്കസിൽ ക്രമീകരിക്കാവുന്ന നാലക്ക സംഖ്യ ഏത്? ആ സംഖ്യ 9999 എല്ലാ സ്ഥാനത്തും 9 മുത്തുകൾ വീതമിട്ടാൽ 9 കൂട്ടണം 9 കൂട്ടണം 9 കൂട്ടണം 9 ആകെ 36 വരും. ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ അബാക്കസിൽ ക്രമീകരിക്കാൻ എത്ര മുത്തുകൾ വേണം? 1000 ചെറിയ നാലക്ക സംഖ്യ. ഇതിൽ 1 എന്ന ഒരക്കം മാത്രമേ ഉള്ളൂ. അതിനാൽ ഒരു മുത്തു മതി. ഏറ്റവും വലിയ നാലക്ക സംഖ്യയിൽ നിന്നും എത്ര കുറച്ചാൽ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കിട്ടും? വലിയ സംഖ്യ 9999 നിന്ന് ചെറിയ സംഖ്യ 1000 കുറച്ചുക. ഉത്തരം 8999. 26 മുത്തുകൾ ഉപയോഗിച്ച് അബാക്കസിൽ ക്രമീകരിക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഏറ്റവും വലിയ സംഖ്യ 9980ഉം ചെറിയ സംഖ്യ 1199ഉമാണ്. വ്യത്യാസം കാണാൻ ഇവ കുറയ്ക്കുക. അപ്പോൾ 8181 ലഭിക്കും. 0, 1, 2, 3 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയുടെയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയുടെയും വ്യത്യാസം എത്ര? വലിയ സംഖ്യ 3210ഉം ചെറിയ സംഖ്യ 1023ഉമാണ്. കുറയ്ക്കുമ്പോൾ ഉത്തരം 2187 കിട്ടും. അബാക്കസിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു നാലക്ക സംഖ്യയാണ് 6542. 1ന്റെ സ്ഥാനത്തെ ഒരു മുത്തെടുത്ത് 1000ന്റെ സ്ഥാനത്തിട്ടാൽ കിട്ടുന്ന സംഖ്യ ആദ്യത്തെ സംഖ്യയേക്കാൾ എത്ര കൂടുതലാണ്? മുത്ത് മാറ്റിയിട്ടപ്പോൾ ലഭിക്കുന്ന പുതിയ സംഖ്യ 7541. 1000ന്റെ സ്ഥാനത്ത് 1 കൂടുകയും 1ന്റെ സ്ഥാനത്ത് 1 കുറയുകയും ചെയ്തതിനാൽ ആദ്യത്തേതിനേക്കാൾ 999 കൂടുതലായിരിക്കും. 4700ൽ നിന്നും 1300 കുറച്ച സംഖ്യ ഏതാണ്? 4700 അഥവാ 4700ൽ നിന്നും 1300 അഥവാ 1300 കുറച്ചാൽ 3400 ലഭിക്കും. മിനി അബാക്കസിൽ ക്രമീകരിച്ച സംഖ്യ 3985. മിലൻ ക്രമീകരിച്ച സംഖ്യ 8478. ഈ സംഖ്യകളുടെ വ്യത്യാസം അബാക്കസിൽ ക്രമീകരിക്കാൻ എത്ര മുത്തുകൾ വേണം? ആദ്യം സംഖ്യകളുടെ വ്യത്യാസം കാണുക. 8478 മൈനസ് 3985 സമം 4493. ഈ തുക അബാക്കസിൽ കാണിക്കാൻ 20 മുത്തുകൾ വേണം. 4 കൂട്ടണം 4 കൂട്ടണം 9 കൂട്ടണം 3. 32 മുത്തുകൾ ഉപയോഗിച്ച് ഒരേ അക്കമുള്ള നാലക്ക സംഖ്യ അബാക്കസിൽ ക്രമീകരിച്ചു. ഓരോ സ്ഥാനത്തു നിന്നും യഥാക്രമം 1, 2, 3, 4 മുത്തുകൾ മാറ്റിയാലുള്ള സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ എത്ര കുറവാണ്? ഒരേ അക്കമുള്ള സംഖ്യ 8888. മാറ്റങ്ങൾക്ക് ശേഷം കിട്ടുന്ന സംഖ്യ 4567. ഇവയുടെ വ്യത്യാസം 4321. തുടർച്ചയായ അക്കങ്ങളുള്ള നാലക്ക സംഖ്യയിൽ ഒരക്കം 0. ഇവയുപയോഗിച്ച് എഴുതാവുന്ന ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും എഴുതുക. ഇവ തമ്മിലുള്ള വ്യത്യാസം എത്ര? അക്കങ്ങൾ 0, 1, 2, 3 ആണ്. വലിയ സംഖ്യ 3210ഉം ചെറിയ സംഖ്യ 1023ഉമാണ്. വ്യത്യാസം ലഭിക്കുന്നത് 2187. 6400ഉം 58 ചേർന്ന സംഖ്യയിൽ നിന്നും എത്ര കുറവാണ് 4000ഉം 32 10ഉം? ആദ്യത്തെ സംഖ്യ 6458ഉം രണ്ടാമത്തേത് 4320ഉമാണ്. കുറയ്ക്കുമ്പോൾ ഉത്തരം 2138 ലഭിക്കും.